ഹോംബിസിന്റെ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് മിസ്റ്റർ ഷഫീഖ് നമുക്ക് ഇതിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ പറയും. ഹോംബിസ് ആണ് ഇവിടെ മെയിൻലി റൺ ചെയ്യുന്നതെങ്കിലും നമ്മൾ ഫെനസ്റ്റയുടെ ഡീലേഴ്സ് ആണ്. കേരളത്തിൽ തന്നെ ഫെനസ്റ്റയുടെ അഡ്വാൻസ്ഡ് എക്സ്പീരിയൻസ് സെന്ററാണ് നമ്മൾ റൺ ചെയ്യുന്നത് ഇവിടെ. എത്ര നാളായി ഇവിടെ ആയിട്ട്? ഹോംബിസ് ഫ്രം ജനുവരി 2024 തൊട്ടാണ് റൺ ചെയ്ത് തുടങ്ങി. ഫെനസ്റ്റ ഇസ് മോർ ദാൻ 23 years ആയിട്ടുണ്ട് മാർക്കറ്റിൽ. ശരി, അപ്പോൾ ഇതിന്റെ ഡീറ്റെയിലോട്ട് നമുക്ക് പോകാം. PVC ആണ് വരുന്നത്, കേസ്മെന്റ് ഡോർ ആണ് വരുന്നത്. ഇത് നമുക്ക് ഡസ്റ്റ് ഇൻസുലേഷൻ കിട്ടും, സൗണ്ട് ഇൻസുലേഷൻ കിട്ടും. പിന്നെ നമുക്ക് പെർഫോമൻസ് ഗ്ലാസ് ഇടുവാണെങ്കിൽ നമുക്ക് ഹീറ്റ് ഇൻസുലേഷനും കിട്ടും. ഇപ്പൊ മാമിന് ഇപ്പം ഔട്ട്ഡോർ കൊടുക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ല, ഔട്ട്ഡോർ കൊടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് വിസിബിലിറ്റി ഉണ്ട്, പക്ഷെ ടഫ് ആൻഡ് ഗ്ലാസ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സ്ട്രെങ്ത് വൈസ് ഒക്കെ സെയിം തന്നെയാണ് വരുന്നത്. എന്തുകൊണ്ട് ഔട്ട്ഡോർ ഫ്രണ്ട് മെയിൻ ഡോർ ആയിട്ട് കൊടുക്കും, ചിലവർക്ക് വിസിബിലിറ്റി അതെ അങ്ങനത്തെ സാധനം കൊണ്ട് മാത്രമേ ഉള്ളൂ. സ്റ്റുഡിയോ ഡോർസ് ആയിട്ട് കൊടുക്കാം, ബെഡ്റൂം ഡോർസ് ആയിട്ട് കൊടുക്കാം. ഡിപ്പെൻസ്. ഇപ്പം കൊടുക്കാൻ പറ്റും. പിന്നെ ഒബ്വിയസ്ലി കസ്റ്റമേഴ്സ് ഒന്ന് ചോദിക്കാൻ ഞങ്ങൾക്ക് ഫ്രണ്ട് ഡോർ ഇതൊന്നും കൊടുക്കാം. ഡെഫിനറ്റ്ലി നമുക്ക് ഈ ഗ്ലാസ് മാറ്റിയിട്ട് ലാമിനേറ്റഡ് ഗ്ലാസ് കൊടുക്കാം. അപ്പം പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് അകത്ത് കയറാനുള്ള ചാൻസസ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നമുക്ക് ഇതിപ്പോ ത്രഷോൾഡ് ഉള്ളതാണ്. വിത്ത് ലോ ത്രഷോൾഡ്, നോ ത്രഷോൾഡിലും ചെയ്യാൻ പറ്റും. ഈ ത്രഷോൾഡ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ അക്യൂസ്റ്റിക് ആയിട്ട് പ്രോപ്പർട്ടീസ് ഒക്കെ കിട്ടും. വിത്തൗട്ട് ത്രഷോൾഡ് അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഇത് കാണിക്കും. ഇത് മൾട്ടി പോയിന്റ് ഹൂക്ക് ലോക്കിംഗ് സിസ്റ്റം ആണ് വരുന്നത്. മൾട്ടി പോയിന്റ് ലോക്സ് ആണ്. ഇതിനകത്തും സിലിണ്ടർ ലോക്ക് ഉണ്ട്, ബട്ട് ഇത് ഹാൻഡിലിന്റെ മൂവ്മെന്റിനെ മാത്രമേ റെസ്റ്റ് ചെയ്യത്തുള്ളൂ. ഇതും അതുമായിട്ട് സെക്യൂരിറ്റിയുടെ ഒരു ഇതും വരത്തില്ല. ഇത് ജസ്റ്റ് ഇതിന്റെ മൂവ്മെന്റ് മാത്രമേ പോസ് ചെയ്യൂ. ഇത് നമ്മൾ UPVC ആണ്, 20 years. വാൾനട്ട് എന്ന് പറയുന്ന കളറാണ് അത്. ഇപ്പൊ ഇങ്ങനെ അടച്ചിട്ട് ഇതിപ്പോ നോർമൽ ലോക്കായി ഫുള്ളി ക്ലോസ്ഡ് ആയി. ഇനി പെട്ടെന്ന് ഒരാൾ വന്നാലും വലിയ രീതിയിലൊന്നും ബലം പ്രയോഗിച്ചാലും കയറി വരാൻ പറ്റത്തില്ല. നമ്മൾ ഇതും കൂടെ ലോക്ക് ചെയ്യുവാണെങ്കിൽ കംപ്ലീറ്റ്ലി ലോക്ക്. ഓക്കെ, നമുക്ക് ഇത് UPVCയുടെ കേസ്മെന്റ് ഡോർ ആണ്. നമ്മൾ അടുത്ത് വരുന്ന നമ്മൾ വിൻഡോസിൽ ഇത് നമ്മളിപ്പോ ഇവിടെ കാണിച്ചേക്കുന്ന 3 track 3 പാനലിന്റെ വിൻഡോസ് ആണ് കാണിച്ചേക്കുന്നത്. 2 track സ്ലൈഡിങ്, ഒരു ബക്ക് മെഷും കൂടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഇത് നമുക്ക് അലുമിനിയം തന്നെ ഷാമ്പയിൻ ഗോൾഡ് എന്ന് പറഞ്ഞ കളറാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഇതും നമ്മുടെ സ്ക്രാച്ച് പ്രൂഫ് തന്നെയാണോ? അതെ, നമ്മുടെ പൗഡർ കോട്ടിംഗ് എന്ന് പറഞ്ഞ വെർട്ടിക്കൽ പൗഡർ കോട്ടിംഗ് ആണ് വരുന്നത്. 80 to 120 ഗേജിന്റെ തിക്നെസ് ഉണ്ട്. സോ പെട്ടെന്നുള്ള സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും വരത്തില്ല. അത്രയും അതെ, മൂർച്ചയുള്ള സാധനം ചെറുതായിട്ടൊന്ന് പോയാൽ പോലും നമുക്ക് അങ്ങനെ വരത്തില്ല. ഹാർഡായിട്ടൊക്കെ സ്ക്രാച്ച് ആവണം, ഡെഫിനറ്റ്ലി ഇതാവും. ബട്ട് എങ്കിലും ബാക്കിയുള്ള ഇത് വെച്ചൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫെനസ്റ്റയുടെ പൗഡർ കോട്ടിംഗ് കുറച്ചും കൂടെ നല്ല പൗഡർ കോട്ടിംഗ് ആണ്. ഇത് സ്ലിം ടൈപ്പ് ആണെന്ന് തോന്നി. മെഷിന് മാത്രമാണ് ഇങ്ങനെ കൊടുക്കുന്നത്? അല്ലല്ല, നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയോളൂ മാം. അലുമിനിയം ഓൾറെഡി നമ്മൾ അലുമിനിയം സ്ലിം ലൈനിലുള്ള സാധനങ്ങളാണ് എല്ലാം. ഷാമ്പയിൻ ഗോൾഡ് എന്ന് പറഞ്ഞ പുതിയ കളറാണ്. ആ റെയിലിങ്ങിന്റെ സൗണ്ട് മാത്രമാണ് അത് വരുന്നത്. ഇതിനകത്ത് നമ്മള് ഈ റെയിൻ വാട്ടർ ഒക്കെ പോകാനുള്ള ഒരു ഇത് ഡ്രെയിനേജ് കൊടുത്തിട്ടുണ്ട്. ഇതില് നമുക്ക് ഈ ഡസ്റ്റ് ഒക്കെ ആണെങ്കിലും മറ്റുള്ള എന്തെങ്കിലും പാർട്ടിക്കിൾസ് ഡസ്റ്റ് വന്നാലും ഇതിനകത്തേ കിടക്കത്തുള്ളൂ. നമ്മൾ ഈ റെയിലിങ്സിനെ അത് ബാധിക്കത്തില്ല. റെയിൽസ് കിടന്ന് ഓടുന്ന ഇതിനകത്താണ്. അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് ഒരു വാക്യൂം ക്ലീനർ ഇട്ട് വാക്യൂം ചെയ്ത് കളഞ്ഞാൽ പോകുന്നത്. കാരണം ഈ റെയിലിങ്സ് കിടന്ന് ഓടുന്നുണ്ട്, അതിനുള്ള ഗ്യാപ്പ് അതിനകത്തില്ല. ഡസ്റ്റ് അക്യുമുലേറ്റ്, കാരണം എല്ലാം ഇതിനകത്ത് അക്യുമുലേറ്റ് ആയി നിൽക്കുന്നത്. സോ അങ്ങനത്തെ ഒരു ഇത് വരത്തില്ല. ഇതും മൾട്ടി പോയിന്റ് ലോക്കിങ്സ് ആണ് വരുന്നത്. ഇതിൽ സിംഗിൾ കൊടുത്തുള്ളൂ. ഇതിൽ നമുക്ക് മൾട്ടി പോയിന്റ് ലോക്കിങ്സ് കൊടുക്കാൻ പറ്റും. ഇത് നമുക്ക് ഫ്ലഷ് ലോക്ക് എന്ന് പറഞ്ഞ ലോക്കാണ്. ഫ്ലഷ് ലോക്കിലാകുമ്പോൾ നമുക്ക് ഒറ്റ സിംഗിൾ പോയിന്റ് ലോക്കിങ്ങേ പറ്റത്തുള്ളൂ. മൾട്ടി പോയിന്റ് ലോക്കിങ് നമുക്ക് കൊടുക്കാൻ പറ്റും. ലോക്കായി ഇത് നമുക്ക് 2 പർപ്പസിൽ ചെയ്യാൻ പറ്റും. നമ്മൾ ഇൻസ്റ്റലേഷൻ പർപ്പസിനകത്ത് കസ്റ്റമറിന് മെഷ് ഇപ്പം വേണ്ട എന്നുള്ള രീതിക്ക് നമുക്ക് ട്രാക്ക് മാത്രം എനേബിൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫ്യൂച്ചർ നമുക്ക് മെഷ് ആഡ് ചെയ്യണം. ജസ്റ്റ് വിളിച്ചിട്ട് ഈ വിൻഡോ ആണെന്ന് കസ്റ്റമറിന്റെ നെയിം പറയുമ്പോൾ ഫെനസ്റ്റ എടുത്ത് ഡീറ്റെയിൽ ഉണ്ടോ, അവർക്ക് ഈ മെഷ് ഓർഡർ ചെയ്ത് ഡയറക്റ്റ് അയക്കാൻ പറ്റും. വീണ്ടും വന്നൊരു മെഷർമെന്റോ എടുക്കേണ്ട ആവശ്യം വരത്തില്ല. 20 years വാറണ്ടിയും സപ്പോർട്ടും സർവീസ് എല്ലാം ചെയ്യുന്നത് ഫെനസ്റ്റ ഡയറക്റ്റ് തന്നെയായിരിക്കും. ഇനിഷ്യൽ മെഷർമെന്റ് ഉൾപ്പെടെ സൈറ്റിൽ വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ആഫ്റ്റർ സെയിൽ സപ്പോർട്ട് സർവീസ് എല്ലാം ചെയ്യുന്ന ഫെനസ്റ്റ ഡയറക്റ്റ് തന്നെയായിരിക്കും ചെയ്യുന്നത്. ഈ 20 years ഫ്രീ സർവീസ് തന്നെയാണോ? 20 years ഫ്രീ സർവീസ് തന്നെയാണ് വരുന്നത്. UPVCയിൽ അലുമിനിയത്തിലാവുമ്പോഴത്തേക്ക് 10 years ആയിട്ടാണ് വരുന്നത്. ഇത് നമുക്ക് സെയിം സ്ലൈഡിംഗ് ഡോർ വന്നിട്ട് UPVCയിൽ വരുന്നത് ഇതാണ്. UPVCയുടെ പ്രീമിയം സ്ലൈഡിംഗ് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ക്രിസ്റ്റ്യൻ വൈറ്റ് എന്ന് പറയുന്ന മോഡലാണ്.
ഇതിന്റെ ലോക്കിംഗ് സിസ്റ്റം ഇങ്ങനെയാണ് വരുന്നത്. ഇത് എസ്പാഷൻ എന്ന് പറഞ്ഞ ലോക്കിംഗ് സിസ്റ്റം എവിടെ നിന്നാണ് നിങ്ങളുടെ തന്നെ ബ്രാൻഡ്? ടെനസ്റ്റേഡ് തന്നെയാണ് ചെയ്യുന്നത്. ഇത് മൾട്ടി പോയിന്റ് ലോക്കിംഗ് സിസ്റ്റം ആണ് വരുന്നത്. ഇതിനകത്ത് ട്രെയിനിങ് സിസ്റ്റം ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് 20 years വാറണ്ടി വരുന്നു. ഇതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 3 ചാനൽ കൊടുക്കാനുള്ള ഒരു 3 track 3 പാനൽ ചെയ്യാൻ പറ്റും. മെഷ് എനേബിൾ ചെയ്യേണ്ട മെഷ് എനേബിൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഡിപ്പെൻഡ്സ് ഓൺ ദ വിഡ്ത്ത് ഹൈറ്റ് നമുക്ക് അത് ചെയ്യാൻ പറ്റും. ഹൈറ്റും ഇതിന് ഇഷ്യൂ ഇല്ലാന്ന് തോന്നുന്നു. ഹൈറ്റ് നമുക്ക് അലുമിനിയത്തിന്റെ അത്ര ഹൈറ്റിൽ പോകാൻ പറ്റത്തില്ല, എങ്കിലും മാക്സിമം ഒക്കെ ഒരു 3.5 ഒക്കെ കൊടുക്കാൻ പറ്റും. ഇതിന് നമ്മൾ ടഫ് ആൻഡ് ഗ്ലാസ് ആണ്. നമ്മൾ ടഫ് ആൻഡ് ഗ്ലാസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഡിപ്പെൻഡ് ഓൺ ദ സൈസ് ആൻഡ് റിക്വയർമെന്റ് നമ്മൾ ഗ്ലാസിന്റെ സ്പെക്ക് മാറും. ലാമിനേറ്റഡ് ആണെങ്കിലും നമ്മൾ കൊടുക്കും. ഇത് 2 track 2 പാനൽ എന്നുള്ള സ്ലൈഡിംഗ് ഡോർ ആണ്.